ആതുര സേവനത്തിന്റെ അവസാന വാക്ക് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഗുരുവായൂരപ്പൻ അസോസിയേറ്റ്സ് അവരുടെ ലോക പ്രശസ്തമായ പ്രവർത്തനങ്ങളൊക്കെ ഇന്ന് ലോക പ്രശസ്തി ആർജിച്ചിരിക്കുന്നു. ഓണത്തോടനുബന്ധിച്ച് അവരുടെ സ്റ്റാഫുകൾക്കുള്ള ഓണക്കോടിയും ഒപ്പം മാധ്യമ പ്രവർത്തകരെ ആദരിക്കലും ഒക്കെ ഉണ്ടായി. അതിന്റെ വിശദാംശങ്ങളിലേക്ക്. ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും ഓണം ഒരിക്കൽ കൂടി വന്നെത്തിയിരിക്കുന്നു. മലയാളികളുടെ അഭിമാനമായ ഓണത്തെ നമുക്ക് ഓരോരുത്തർക്കും സന്തോഷിക്കാനും ആഘോഷമാക്കാനും കഴിയട്ടെ. കഴിഞ്ഞ 22 വർഷമായി തലസ്ഥാന നഗരിയിലെ 5ഓളം ബ്രാഞ്ചുകളുമായി പ്രവർത്തിക്കുന്ന ഗുരുവായൂരപ്പൻ അസോസിയേറ്റ്സിന്റെ 22ാം വാർഷിക ആഘോഷവും ഓണക്കോടി വിതരണവും ചികിത്സാ ധനസഹായവും നൽകുന്ന ചടങ്ങാണ് ഇവിടെ ആരംഭിക്കാൻ പോകുന്നത്. ആദ്യമായി ഈശ്വര പ്രാർത്ഥന. ആലപിക്കുന്നത് പ്രതിക രാജേഷ്, ശിവാനി, സരിത, ശ്രീകുട്ടി. ചെയ്യാനെത്തിയ പ്രശസ്ത സിനിമാ സീരിയൽ താരം ശ്രീ കൊല്ലം തുളസി അവരുടെ ഈ വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അസോസിയേറ്റ്സ് മാനേജിംഗ് ഡയറക്ടർ ശ്രീ ആർ അനിൽകുമാർ സാറിനെ ഈ വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമ്മുടെ ഈ വേദിയെ പത്രദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്ത ശ്രീ പ്രശസ്ത സിനിമാ സീരിയൽ താരം ശ്രീമതി ജിജ സുരേന്ദ്രൻ മേഡത്തിനെ ഈ വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന നമ്മുടെ സ്വന്തം കസ്റ്റമർ ശ്രീമതി പ്രസന്നകുമാരി മേഡത്തിനെ ഈ വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമ്മൾ ക്ഷണിക്കപ്പെട്ട ശ്രീമതി അഡ്വക്കേറ്റ് ആദ്ര എസ് രാജിനെ ഈ വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമ്മുടെ വിശിഷ്ട വ്യക്തിയായ പ്രശസ്ത സിനിമാ സീരിയൽ താരം ശ്രീ എം.ആർ. ഗോപകുമാർ സാറിനെ ഈ വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമ്മൾ ക്ഷണിക്കപ്പെട്ട് എത്താൻ സാധിച്ചിട്ടില്ല BJP ദേശീയ നിർവാഹക സമിതി അംഗം ശ്രീ കർമ്മന ജെയിംസ് സാറിനെയും കൂടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതിലുപരി ഇവിടെ എത്തിച്ചേർന്ന എല്ലാ നമ്മുടെ വർക്കേഴ്സിനും സ്റ്റാഫുകൾക്കും എന്റെ പേരിലും ഗുരുവായൂരപ്പന്റെ അസോസിയേറ്റ്സിന്റെ പേരിലും ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. നമ്മുടെ പരിപാടി
ചെയ്തു തുടങ്ങിയിട്ട് 22 വർഷമായി. വലിയ സന്തോഷമുണ്ട് എല്ലാവരെയും ഒരുമിച്ച് കാണാൻ പറ്റുന്നതിൽ. അതിലുപരി എനിക്ക് ജയൻ ചേട്ടൻ വന്നു. ജയൻ ചേട്ടനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഉദ്ഘാടകൻ എല്ലാവരും നമ്മുടെ വേദിയിലിരിക്കുന്ന എല്ലാവർക്കും അറിയാവുന്ന ആളാണ്, കൊല്ലം തുളസി. പക്ഷേ ചിലപ്പോൾ ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ കുട്ടികൾക്ക് അറിഞ്ഞുകൂടെയിരിക്കും. എന്നാലും കൊല്ലം തുളസി എന്ന് കേൾക്കുമ്പോൾ ഇത് സ്ത്രീയാണോ പുരുഷനാണോ എന്നുള്ള ആശങ്ക പുലർത്തിയിട്ടുണ്ട്. ഒരു ദിവസം അതിനെപ്പറ്റി സാർ എൻ്റെ അടുത്ത് ഷെയർ ചെയ്യുകയുണ്ടായി. ശരിക്കും നമ്മൾ സിനിമയിൽ കാണുമ്പോൾ എല്ലാം സാറ് വലിയ വില്ലൻ കഥാപാത്രമാണ്. ഭൂരിഭാഗം സ്ത്രീകൾക്കും പേടിയായിരിക്കും. അതുകൊണ്ടാണ് ഒരു 8 വർഷമായി സാറുമായിട്ട് പരിചയപ്പെട്ടിട്ട് നമ്മുടെ വേദിയിൽ ഇപ്പോഴെന്തായിരുന്നാലും സാറിനെ ക്ഷണിക്കണമെന്ന് എനിക്ക് തോന്നി. സാറിനെ ഞാൻ വിളിച്ചു. സാർ ഇപ്പോഴ് എറണാകുളത്താണ്. ഇപ്പോഴ് സിനിമ എല്ലാവരും അറിയുന്നുണ്ടായിരിക്കുമല്ലോ, സിനിമയുടെ ഇലക്ഷനും കാര്യം, എൻ്റെ അമ്മയുടെ പ്രോഗ്രാം അതുമായിട്ട് എല്ലാ ആൾക്കാരും തിരക്കിലാണ്. സാറിനെ ഞാൻ വിളിച്ചപ്പോൾ തന്നെ പറഞ്ഞു 15-ാം തീയതി കഴിഞ്ഞിട്ട് അനിൽ ഞാൻ സമയം പറയാം, എന്തായാലും ഞാൻ എത്തും. അനിൽ ആദ്യമായിട്ട് എന്നെ ക്ഷണിക്കുന്നതാണ്, വരാതിരിക്കില്ല. ഇതിനു മുമ്പേ 1-2 പ്രാവശ്യമൊക്കെ സംസാരിച്ചപ്പോൾ സാറ് കുറച്ച് ഷൂട്ടിങ്ങിലും തിരക്കുകളിലായിരുന്നു. അല്ല, ഞാൻ നേരത്തെ വെറുതെ ഒരു തമാശക്ക് പറഞ്ഞാണ്. സാറ് വലിയ ക്രൂരനായ സ്വഭാവമൊന്നുമില്ല. അടുത്ത് ഇടപഴകുമ്പോഴേ നമുക്കതിനെപ്പറ്റി മനസ്സിലാവുള്ളൂ. വളരെ സൗമ്യമായിട്ടും സ്നേഹത്തോടെയും ഇപ്പോഴും എൻ്റെ അടുത്ത് വിളിച്ചു പ്രത്യേകിച്ച് പറഞ്ഞു, അല്ലേ എനിക്ക് താലപ്പൊലിയൊന്നും വേണ്ട, ഞാൻ സ്റ്റേജിന്റെ പുറകെ കൂടെ വന്ന് അവിടെ കയറി ഇരുന്നോളാം. ഞാൻ നിർബന്ധിച്ചാണ് സാറിന് ആ വേദിയിൽ നിർത്തി ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ബാക്കി നമുക്ക് അറിയാവുന്നതാണ്. ഗോവിന്ദ് സാറ് നമുക്കിപ്പോ എനിക്ക് തോന്നുന്നു ഇത് 3-ാമത്തെയോ 4-ാമത്തെയോ സാറും സിനിമയിലും സീരിയലിലും ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കഥാപാത്രവും നമ്മുടെ മുന്നിൽ ഇരിക്കുന്ന. ഞാൻ കഴിഞ്ഞ ഫംഗ്ഷനും പറഞ്ഞിരുന്നു, കുഞ്ചാക്കോ ബോബൻ കഴിഞ്ഞാൽ സിനിമാ ഫീൽഡിൽ ഇത്രയും പ്രായത്തിൽ എത്തിയിട്ടും ആ ഗ്ലാമർ നിലനിർത്തി പോകുന്ന ഒരു വ്യക്തി സാറായിരിക്കും. ഞാൻ തമാശ പറയുന്നതല്ല. നിങ്ങൾക്കറിയാം, നോക്കിയ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? കൂടുതലും സ്ത്രീകളല്ലേ നമ്മുടെ സ്റ്റേജിൽ ഇരിക്കുന്നത്. ഞാൻ തമാശ പറഞ്ഞല്ല, കൂടുതലും പുരുഷ സൗന്ദര്യം ആസ്വദിക്കാൻ പറ്റുന്നത് സ്ത്രീകൾക്കാണ്. അപ്പൊ നോക്കുമ്പോ അറിയാൻ പറ്റും. അതേപോലെ തന്നെ നമ്മുടെ ജിജ മേഡവും വിളിച്ച ഉടൻ തന്നെ പറഞ്ഞു, അല്ല ഞാൻ എത്തിക്കോളാം. ഇതിനു മുമ്പേ ഒരു ഫംഗ്ഷനെ വിളിച്ചപ്പോഴും എനിക്ക് വരാൻ പറ്റിയില്ല. ഒത്തിരി തിരക്കിനിടയിൽ നിന്നും മാഡവും എത്തിയിട്ടുണ്ട്. വലിയ സന്തോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കെപ്പോഴും 22 വർഷം കൊണ്ട് വേദിയിൽ ഭദ്രദീപം കൊളുത്തുന്നത് MG ശ്രീകുമാർ സാറ് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ ഭദ്രദീപം തെളിയിച്ചു തന്നിട്ടുള്ള ലേഡീസാണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ചൈൽഡ് ഹോമില് ഒരു മാഡം ആയിരുന്നു. ഇപ്പോഴാ മാഡത്തിനെ ഞാൻ ക്ഷണിച്ചിരുന്നു, ഓണത്തിരക്ക് കാരണം മാഡം വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ റോബർട്ട് സാം സാറ്, റസൽ, എടുത്തു പറയേണ്ട ഒരു വ്യക്തിത്വമാണ് കരമന ജയൻ ചേട്ടൻ. ഞാൻ ഈ 2-3 പ്രാവശ്യം സാറ് പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന്റെ ഭാരവാഹി ആയപ്പോഴും സാറിന് ഒരു വേദിയിൽ സാറെന്ന് സംബോധന ചെയ്തു. അപ്പോഴ് എൻ്റെ അടുത്ത് വഴക്ക് പറഞ്ഞു, അല്ല ചേട്ടാന്ന് വിളിച്ചാൽ മതി. നേരത്തെ എന്നെ ചേട്ടാന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. അല്ല സാറെന്ന് വിളിക്കുമ്പോൾ എനിക്ക് ഒരു അകൽച്ച ഫീൽ ചെയ്യാണ്. ഒരിക്കലും നിങ്ങളെപ്പോലെയുള്ളവർ അങ്ങനെ വിളിക്കരുത്. ഇന്നലെയും വഴക്ക് പറഞ്ഞു. അറിയാതെ നമ്മളൊരു ബഹുമാനം കൊടുത്ത ഒരാളുടെ അടുത്ത് സംസാരിക്കുമ്പോൾ സാറെന്ന് സംബോധന ചെയ്തു പോകും. റോബർട്ട് സാർ എത്തിയിട്ടുണ്ട്, കൂടെ മാഡവും ഉണ്ട്. വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്, മാഡത്തിനെയും ക്ഷണിക്കുകയാണ്. വിജയൻ ചേട്ടന് ഞാനുമായിട്ടുള്ള
ബന്ധം എന്നും ഇന്നലെയല്ല, ഏതാണ്ട് ഈ സ്ഥാപനം തുടങ്ങിയ അന്ന് തൊട്ടുള്ളൊരു ബന്ധമാണ്. പക്ഷെ അതിലും കൂടുതൽ ബന്ധം ഉണ്ടെന്ന് എൻ്റെ മനസ്സും ജയചേട്ടനായിട്ടുള്ള അടുപ്പത്തിലും എനിക്ക് മനസ്സിലാവുന്നുണ്ട്. വർഷങ്ങളോളം കൊണ്ടുള്ള ഒരു സൗഹൃദമാണ്. ഈ നിമിഷം വരെയും കാത്തുസൂക്ഷിക്കൊണ്ട് ജയചേട്ടൻ ഉയരങ്ങളിൽ എത്തിയപ്പോഴും നമ്മളെ പോലെയുള്ള കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരെ ആരെയും മറന്നിട്ടില്ല. അങ്ങനെ ഒരു ഹൃദയത്തിന്റെ ഉടമയാണ്. ജയചേട്ടന് നേരത്തെ അറിയപ്പെടുന്ന ഒരു പേരുണ്ടായിരുന്നു, എന്നാലും ദളതി സാർ പൊക്കം ജയനെന്ന് പറഞ്ഞാൽ ഞാൻ ദളതി സാറിനെ പറഞ്ഞ പോലെ ഒരു ആൾക്കാര് ഭയത്തോടെ കേൾക്കുന്ന ഒരു പേരായിരുന്നു. ഇപ്പോഴേ ഭയങ്കര എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ മനുഷ്യർക്കും സാർ ഒരു നിഷ്കളങ്കമായിട്ട്, കുട്ടികൾക്ക് വരെ കരമന ജയൻ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഇപ്പൊ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ, കഴിഞ്ഞ പ്രാവശ്യവും ജയചേട്ടൻ പറഞ്ഞിരുന്നു, നിങ്ങൾക്ക് പത്മനാഭ സ്വാമിയെ കാണണമെന്നുണ്ടെങ്കിൽ എന്നെ വന്ന് എൻ്റെ പേര് വന്ന് ചോദിച്ചാൽ കഴിയുന്ന ആൾക്കാരെ ഞാനത് കയറി തൊഴാനുള്ള അവസരം ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 2 വർഷമേ എനിക്കുള്ളൂ എന്ന് പറയുന്ന ഒരു ദിവസവും ഞാൻ ചേട്ടൻ്റെ നിന്ന് കേട്ടു. അപ്പോൾ ആ 2 വർഷവും ദൈവഭക്തനായി തന്നെ ആയിരിക്കുമെന്നും വേദികളിൽ പറയുന്നത് ഞാൻ കേട്ടു. അപ്പൊ അതിലുപരി ആ പത്മനാഭ സന്നിധിയിൽ ഈ 2 വർഷക്കാലം അങ്ങനെ ഒരു സാഹചര്യം അല്ലെങ്കിൽ അങ്ങനെ ഒരു അവസരം ദൈവം കൊടുക്കണമെങ്കിൽ പുള്ളി അത്രയും പുണ്യകർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ആയിരിക്കണം. ഒരുപാട് കാര്യങ്ങൾ ചേട്ടൻ ചെയ്യുന്നുണ്ട്, പക്ഷെ ആരും അത് അറിയുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. എൻ്റെ ഓർമ്മയിൽ ഒരുപാട് പാറശാല ഭാഗത്ത് ഒരുപാട് പാവപ്പെട്ടവരുടെ കല്യാണം നടത്തി. ഇഫ്താർ പാർട്ടി എല്ലാ വർഷവും മുടങ്ങാതെ നടത്തുന്നുണ്ട്. ഭാരതീയം ട്രസ്റ്റിന്റെ പേരിൽ ഒത്തിരി വീടുകൾ പാവപ്പെട്ടവർക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷവും നമ്മളിൽപ്പെട്ട ഒരാളിന് വീടില്ല എന്ന് പറഞ്ഞപ്പോൾ അത് ചേട്ടൻ സംസാരിച്ചിട്ടുണ്ട്, അത് ഉടനെ ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഭാരതീയം ട്രസ്റ്റിന്റെ ആളായിട്ടാണ് ഇപ്പൊ കരമന ജയചേട്ടനെ എല്ലാവരും അറിയുന്നത്. ഭാരതീയം ട്രസ്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ അറിയാം, ജയചേട്ടന്റെ പറയാതെ തന്നെ ആ മുഖം എല്ലാവരുടെ മനസ്സിലും ഓടിയെത്തുന്നതാണ്. അതേപോലെ എടുത്ത് പറയത്തക്ക ഒരാളാണ് ധോബൻ സാംസാർ. ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ഒരുപാട് ക്രിസ്ത്യൻ മതം ആണെങ്കിലും സാർ ഒരുപാട് വീട്ടില് ഫ്രീ ആയിട്ട് സൺഡേ സ്കൂൾ നടത്തുന്നുണ്ട്. പാവപ്പെട്ടവർക്ക് ഒരുപാട് കാര്യങ്ങൾ മാഡവും സാറുമായിട്ട് ചെയ്യുന്നുണ്ട്. ഈ അടുത്ത സമയത്ത് സാറിനെ ഞാൻ കാണുമ്പോഴും എന്നെ സാറിന്റെ ഒരു ഫംഗ്ഷന് വിളിക്കുമ്പോഴും ആ വീട്ടിലായിരുന്നു ഫംഗ്ഷൻ. അതിലുപരി ആ പരിസരത്തുള്ള കുട്ടികളൊക്കെ, കൊച്ചു കുട്ടികൾക്കൊക്കെ എല്ലാം സാറും മാഡവും വളരെ അടുത്ത് ഇടപഴകുന്ന ഒരു അമ്മയെടുത്ത് സംസാരിക്കുന്ന രീതിയിലാണ് മാഡത്തിന്റെ അടുത്ത് കുട്ടികൾ പെരുമാറുന്നത് കണ്ടത്. വലിയ സന്തോഷം തോന്നി. അതേപോലെ എനിക്ക് ഒത്തിരി ഒരു 10 വർഷത്തോളം പരിചയമുള്ള ഒരാളാണ് ഈ വേദിയിൽ നിൽക്കുന്ന പ്രേം കുമാർ എന്നാണ് പേര്. ജനചിന്ത പത്രമാധ്യമത്തിന്റെ മുഖ്യധാരയിൽ നിൽക്കുന്നുണ്ട്. നമ്മൾ ഒരിക്കലും ചെയ്യാത്ത ഒരു കാര്യം എനിക്ക് പ്രേം കാരണം ഇന്നലെ ചെയ്യാൻ പറ്റി. ആദ്യമായിട്ടാണ് 22 വർഷം പരിപാടി നടത്തിയിട്ടുണ്ടെങ്കിലും എൻ്റെ അമ്മൂമ്മ പറയാറുണ്ടായിരുന്നു, നമ്മുടെ വലത് കൈ എന്തെങ്കിലും ചെയ്യുന്നത് ഇടത് കൈ അറിയണ്ടാണ്. പക്ഷെ ഇപ്പോഴങ്ങനെയല്ല. നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നത് 10 പേര് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് അതിനൊരു ഇതുള്ളൂ. എന്നാൽ അവര് അടുത്ത 10 പേരെടുത്ത് പറഞ്ഞിട്ട് എന്തെങ്കിലും നമ്മളിപ്പോലുള്ള ജീവകാരുണ്യ പ്രവർത്തനം ചെയ്യുന്നവരിൽ നിന്ന് എന്തെങ്കിലും ഒരു സഹായം കിട്ടുന്നെങ്കിൽ കിട്ടിക്കോട്ടെ എന്നുള്ള ഭാവമാണ്. അങ്ങനെ പ്രേം ഇന്നലെ ഒരു ആദ്യമായിട്ട് പത്രസമ്മേളനം ചെയ്തു. നമുക്ക് ചെറിയ പാളിച്ചകൾ പറ്റിയിട്ടുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ആദ്യത്തെ അനുഭവം ആകുമ്പോഴത്തേക്ക് നമുക്കതൊരു കോർഡിനേറ്റ് ആയിട്ട് പറയാൻ പറ്റിയില്ല. എങ്കിലും പ്രേംകുമാറിന്റെ സാന്നിധ്യത്തിൽ അത് ഭംഗിയായി ചെയ്യാൻ പറ്റി. അതുകൊണ്ട് പ്രത്യേകം നന്ദി പറയുകയാണ് പ്രേംകുമാറിന്. ഇനി എനിക്ക് പറയാനുള്ളത്, നമ്മുടെ വേദിയിലിരിക്കുന്ന എൻ്റെ സഹപാഠികളെന്നോ സുഹൃത്തുക്കളെന്നോ സഹോദരങ്ങളെന്നോ പറയാൻ പറ്റുന്ന, അല്ലെങ്കിൽ അമ്മമാരോ സഹോദരിമാരെന്നോ കൂടപ്പിറപ്പെന്നോ പറയാൻ പറ്റുന്ന നിങ്ങളെ എല്ലാവരുമാണ്. നിങ്ങൾ ഉള്ളത് കൊണ്ട് മാത്രമാണ് നമ്മളെപ്പോലുള്ളൊരു 5 ഓഫീസും നടന്നു പോകുന്നത്. അല്ലാതെ കുറെ VIP ആയിട്ടുള്ള ഡോക്ടേഴ്സോ എഞ്ചിനീയറോ കുറെ കസ്റ്റമർ ഉണ്ടായിരുന്നിട്ട്
ഞങ്ങൾ 5 ഓഫീസും തുറന്നു വെച്ച് കുറച്ച് സ്റ്റാഫുകളായിട്ട് ഇരുന്നാൽ പറ്റില്ല. അതേപോലെ തന്നെ ഞാനൊരു 1500 ജോലിക്കാരുമായിട്ട് 5 ഓഫീസിൽ ഇരുന്നാലും പറ്റില്ല. 2 പാർട്ടിക്കാരും വേണം. ഇപ്പൊ എൻ്റെ എല്ലാമായ എൻ്റെ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ എൻ്റെ സഹോദരിമാർക്ക് ഞാൻ അവരെ ഓണാശംസകൾ ഒരിക്കൽ കൂടി സന്തോഷപൂർവ്വം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നടത്തുന്നു. അലി പറഞ്ഞതുപോലുള്ള വലിയ ആളൊന്നുമല്ല ഞാൻ, സാധാരണക്കാരനാണ്. ഭഗവാന്റെ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ഭരണസമിതി അംഗം എന്നതിൽ ഭഗവാന്റെ പാദങ്ങളിൽ സേവിക്കുവാനുള്ള പുണ്യം ഈ ജീവിതത്തിൽ കിട്ടി എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അങ്ങനെയാണ് അതിനെ അഭിമാനിക്കുന്നത്. ഇവിടെയൊക്കെ രാഷ്ട്രീയത്തിന് വരും, പോകും, സ്ഥാനം വരും, നേതാവും, വളർച്ചയും ഉയർച്ചയും ഉണ്ടാവും. ജീവിതത്തിൽ പുണ്യം അതാണ്. അത് അനിൽ പറഞ്ഞൊരു കാര്യം, മനുഷ്യനെ സേവിക്കുക, സ്നേഹിക്കുക, അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു ട്രസ്റ്റിന്റെ ചെയർമാൻ കൂടിയാണ്. അതുകൊണ്ട് അനില് ഒട്ടനവധി കാര്യങ്ങൾ ഞങ്ങൾക്ക് പല കാരുണ്യ പ്രവർത്തനങ്ങൾക്കും അനിലിന്റെ സഹായം ഈ ട്രസ്റ്റിന് ഉണ്ടാവും. അനിലെ ഒരു സ്വന്തം സഹോദരനെ പോലെ കണ്ടുകൊണ്ടാണ് ഞാൻ എല്ലാ കാലങ്ങളിലും എപ്പോഴും ബന്ധം വെച്ച്. പക്ഷെ അതിലെ ഏറ്റവും ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഭാരതീയ ട്രസ്റ്റ് ഇത്രയൊക്കെ ചെയ്തിട്ട് അദ്ദേഹം വിളിക്കുന്ന ഒരു ചടങ്ങിന് വന്ന് ഞാൻ ഇത് ചെയ്തു എന്ന് പറയാൻ തയ്യാറല്ല. അത് വന്നാലും സ്റ്റേജിൽ കയറില്ല, സംസ്ഥിതിക്കും. ആ ഒരു പ്രത്യേകത തീർച്ചയായിട്ടും അതിലുണ്ട്. അതിൽ ഇനിയും 29ാം വർഷമാണ്. ഇനിയും വർഷങ്ങൾ നല്ല കാര്യങ്ങൾ ചെയ്യാൻ കഴിയട്ടെ. അതിന് ശ്രീ പത്മനാഭസ്വാമി അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ശ്രീ ഗോപകുമാർ സർ കടമന ജെയിംസ് സാറിനെ ഒരു പൊന്നാടി എണീച്ച് ആദരിക്കുന്നു. അടുത്തതായി ധനസഹായം നൽകുന്നതിന് വേണ്ടി സാറെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഗുരുവായൂരപ്പൻ അസോസിയേറ്റ്സിന്റെ എല്ലാമായ ഞാൻ സഹോദര ശേഷം സ്നേഹിക്കുന്ന ശ്രീ അനിൽകുമാർ, വളരെ കാലമായിട്ട് എൻ്റെ സുഹൃത്തായി എന്നോടൊപ്പം ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്. ശ്രീ കൊല്ലം തുളസി, അതുപോലെ തന്നെ പ്രിയപ്പെട്ട സഹോദരി ശ്രീമതി ജീജ സുരേന്ദ്രൻ, ശ്രീ റോബർട്ട് സാർ, ഈ വേദിയിലിരിക്കുന്ന മറ്റു പ്രമുഖരെ, ഈ സദസ്സിലിരിക്കുന്ന സ്നേഹമുള്ളവർ. ഈ കറിയില് ഉപ്പ് എന്ന് പറഞ്ഞ പോലെ എല്ലാ ഫംഗ്ഷനിലും ഞാൻ ഉണ്ടാവും. കഴിഞ്ഞ കുറേ ഫംഗ്ഷനിലായിട്ട് എല്ലാ വർഷവും ഞാൻ ഇവിടെ ഉണ്ട്. ഓണക്കോടി വിതരണവും എല്ലാത്തിലും ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പ്രാവശ്യം വിളിച്ചു. സാധാരണ ഗുരുവായൂരപ്പനെ കാണാൻ പോകുന്ന മാസത്തിലൊരിക്കലാണ് ആൾക്കാർ കാണാൻ പോകുന്നത്. എനിക്ക് തോന്നുന്നു അനിൽകുമാർ മാസത്തിൽ 2-3 പ്രാവശ്യം പോകുന്നുണ്ടെന്നു. പോകുമ്പോഴൊക്കെ ഗുരുവായൂരപ്പന്റെ പ്രസാദം എനിക്ക് കൊണ്ട് തരികയും ചെയ്യും. അങ്ങനെ ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം അനിൽകുമാറിന് കിട്ടുന്നതിന്റെ ഒരു ഭാഗം എനിക്കും കൂടെ കിട്ടുന്നുണ്ട്, ഞാൻ പോയില്ലെങ്കിൽ. അപ്പോൾ ഈ ഒരു ദിവസം നിങ്ങളോടൊപ്പം ചെലവഴിക്കാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷമുണ്ട്. എല്ലാവർക്കും ഒരു സമൃദ്ധമായ സന്തോഷപ്രദമായ ഒരു ഓണം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. വേണ്ടി maximum national symbols self-painted faced by individual, India Book of Records, Asia Books of Records, Kalam's World Record, International Book of Records, World Wide Book of Records നേടിയ ശ്രീ അഡ്വക്കേറ്റ് ആദ്ര എസ് രാജുവിനെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ആദ്ര അഡ്വക്കേറ്റ് ആണ്. അതിലുപരി കോവളത്തുണ്ടായിരുന്ന ഹോസ്റ്റൽ പോലീസ് അൻസാറിന്റെ ജ്യേഷ്ഠന്റെ മകളാണ്. എനിക്ക് സാറിനെ ഒരു 15 വർഷം കൊണ്ട് അറിയാം. കൊറോണ സമയത്ത് വിഴിഞ്ഞത്ത് മാസ്കും ദാഹജലം എന്ന് പറയുന്ന ആ കൊറോണ സമയത്ത്
വളരെ പുണ്യകർമ്മം പോലെയായിരുന്നു. എല്ലാ പോലീസ് ഉദ്യോഗസ്ഥർക്കും നമ്മുടെ ഗുരുവായൂരപ്പൻ അസോസിയേഷന്റെ കീഴിൽ ദാഹജലം കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. അതിലുപരി ഉച്ചഭക്ഷണം കിട്ടാതെ ഒരുപാട് പോലീസ് ഉദ്യോഗസ്ഥരെ വിഷമിച്ച കാലഘട്ടമാണ് അപ്പോഴേ നമുക്ക് ഏറ്റവും കൂടുതൽ സഹായം ചെയ്തത് നമ്മളിപ്പോ കുറച്ച് സഹായം ചെയ്തപ്പോൾ പനവളയിലെ കലാഭവൻ മണി ട്രസ്റ്റിന്റെ കീഴിൽ നമ്മൾ എന്തെങ്കിലും അരിയോ അങ്ങനെയുള്ള ബ്രെഡ്, പഴം ഇതൊക്കെ വാങ്ങി കൊടുക്കുമ്പോൾ അവിടെ നിന്ന് പലർക്കും കൊടുത്തുകൊണ്ടിരുന്നു. അതിലുപരി നമ്മളിൽ ഇപ്പോഴും ഇതിനിടയിൽ ഒരുപാട് ജോലിക്കാരുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊറോണ സമയത്ത് നമ്മളെ ജോലിക്കാരെ കൊറോണ വന്നു കഴിഞ്ഞാൽ ആർക്കും വേണ്ട. അതുവരെ കൊറോണ ഉള്ള കസ്റ്റമറിനെ പരിചരിക്കാൻ നമ്മുടെ ആൾക്കാർ വേണമായിരുന്നു. ഞാൻ അതിന്റെ പേരിൽ ഞാൻ കസ്റ്റമറിന്റെ പേരൊന്നും പറയാനില്ല, സ്ഥലം പറയാം. കരമന അമൃത നഗറിനകത്ത് ഒരു കസ്റ്റമറിന്റെ അടുത്ത് ഉടക്കി സംസാരിക്കേണ്ടി വന്നു. ചില സാഹചര്യങ്ങൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. എന്ന മെയിൽ നേഴ്സിന് അസുഖം വന്നു. ആ അപ്പച്ചന്റെ ആ അസുഖം ഉണ്ടായി. പക്ഷെ നമ്മുടെ ജോലിക്കാരനെ കാർ ഷെഡിലോട്ട് അവർ മാറ്റിയിട്ട് എൻ്റെ അടുത്ത് വീട്ടിൽ കൊണ്ടാക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു പറ്റില്ല, ക്വാറന്റൈനിൽ നിന്ന് മാറി 10 ദിവസം എന്നുണ്ടെങ്കിൽ 15 ദിവസം കഴിഞ്ഞിട്ട് പുള്ളി ഞാൻ അവിടെ നിന്ന് മാറ്റും. അപ്പൊ പുള്ളിക്ക് കാർ ഷെഡിൽ ഞാനൊരു ബെഡ് എത്തിച്ചു കൊടുത്തു. എന്നും രാവിലെ 3 മുട്ട, ഒരു പാക്കറ്റ് ബ്രെഡ്, 3 ഏത്തമ്പഴം, ഇതെല്ലാം കലാഭവൻ മണി ട്രസ്റ്റിൽ നിന്ന് നമുക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റി. അതേപോലെയാണ് ഞാൻ ആദ്യമായാണ് ആർദ്രയെ കാണുന്നത്. പക്ഷെ സാറിനെ നല്ല രീതിയിൽ എനിക്ക് അറിയാം. ഇളയച്ചന് എന്ന് വെച്ച് കഴിഞ്ഞാൽ സാറ് വളരെ നിഷ്കളങ്കനായ ഒരു മനുഷ്യനാണ്. ഞാൻ ഗോപകുമാർ സാറിനെ പറഞ്ഞതുപോലെ പുള്ളിയെ കണ്ടു കഴിഞ്ഞാൽ, ലാൻ സാറിനെ കണ്ടു കഴിഞ്ഞാൽ സിനിമാ നടൻ നമ്മുടെ പഴയൊരു രാമു എന്ന് പറഞ്ഞൊരു സാറ് പഴയ നടനുണ്ട്. രാമു എന്നോ രഘു എന്നുമാണ് പേര്, എനിക്ക് കെട്ടാറിനൂടെ പുള്ളിയെ പോലെ ഇരിക്കും കാണാൻ. ഇന്ന് രാവിലെ സാർ ഇവിടെ വരുമെന്ന് പറഞ്ഞു. പക്ഷെ പെട്ടെന്നൊരു പുള്ളിയുടെ റിലേറ്റീവിലൊരു ചടങ്ങ് അറിഞ്ഞതുകൊണ്ട് പുള്ളിക്ക് വരാൻ പറ്റിയില്ല. ഞാൻ പറഞ്ഞു വന്നത്, ആർദ്ര ഇത്രയും ദൂരെ നിന്ന് നമ്മളെപ്പോലെ ഒരു ചെറിയ സ്ഥാപനത്തിൽ നിന്ന് ഇങ്ങനെ ഒരു ഉപകാരം വാങ്ങാൻ വന്നതിന്റെ അവരുടെ വലിപ്പമാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ വലിപ്പമല്ല. അഡ്വക്കേറ്റ് ആണ് ആർദ്ര. സ്വന്തമായിട്ട് മുഖത്ത് ഒരു പടം വരയ്ക്കുക എന്ന് പറയുമ്പോൾ ബുദ്ധിമുട്ടാണ്. എനിക്ക് കുറച്ച് ഫോട്ടോസൊക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. മുഖം തന്നെ ക്യാൻവാസ് ആക്കിയിട്ട് വരയ്ക്കുക എന്ന് പറയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്ക് ഒരാൾക്ക് നമുക്ക് വരച്ചു കൊടുക്കാൻ പറ്റും. അവരുടെ മുഖത്ത് കഥകളിയുടെയോ അല്ലെങ്കിൽ വേറെ എന്ത് വേണമെങ്കിലും ഒരാളുടെ മുഖത്ത് വരച്ചെടുക്കാൻ പറ്റും. സ്വന്തം മുഖത്ത് കണ്ണാടിയിൽ നോക്കി വരയ്ക്കുക എന്ന് പറയുമ്പോൾ വലിയ പാടാണ്. സ്വന്തമായിട്ട് നമ്മൾ ഒരുങ്ങിയിട്ട് മുഖത്ത് നോക്കിയാൽ തന്നെ ഇന്ന് നമുക്ക് എല്ലാവർക്കും കണ്ണാടി മുമ്പേ നിന്നിട്ട് തൃപ്തിയായിട്ടല്ല വന്നത്. നമ്മുടെ ജോലിക്കാരെല്ലാം സുന്ദരികളായിട്ടുണ്ട്. ഇതിനു മുമ്പേ ഇത്രയും സൗന്ദര്യത്തിൽ ഞാൻ ആരെയും കണ്ടിട്ടുമില്ല. എന്ത് പറ്റിയെന്ന് അറിയില്ല. എന്നും ജോലിക്ക് പോകുമ്പോഴും ഇതേപോലെ പോയെങ്കിൽ വലിയ സന്തോഷമായിരിക്കും. ഒരു 10 വർഷത്തിൽ കൂടുതലാകാനേ ചാൻസ് ഉള്ളൂ. അടുത്തിന്റെ ഹസ്ബൻഡിനെ നോക്കാനാണ് ആദ്യമായി ഞാൻ എൻ്റെ ഓഫീസിൽ നിന്ന് അളപ്പെടുക്കുന്നത്. നല്ല അച്ഛന് മരണം വരെ നമ്മുടെ ജോലിക്കാരിൽ നിന്നും നല്ല സർവീസ് ആയതുകൊണ്ട് വീണ്ടും മാഡത്തിന്റെ 120 ആയുസ് കൊടുക്കട്ടെ. അതുവരെ നമ്മുടെ ഓഫീസിൽ തന്നെ ആള് വേണമെന്നാണ് മാഡം പറയുന്നത്. അതേപോലെ ഇപ്പോ നല്ലൊരു മാഡത്തിന്റെ മനസ്സ് പോലെ മാഡം ഒന്ന് പറയുന്നെങ്കിലും ഞാൻ കൂടുതലും അമ്മ എന്നാണ് സംഭവം സംസാരിച്ചിട്ടുള്ളത്. അത്രയും സ്നേഹമുള്ളൊരു അമ്മയാണ്. എനിക്ക് അമ്മയില്ല. അപ്പൊ നമ്മുടെ അമ്മ നഷ്ടപ്പെടുമ്പോഴാണ് അമ്മയുടെ വില അറിയാൻ പറ്റുന്നത്. ഞാൻ അവിടെ പോയ ഒരു 5 മിനിറ്റെങ്കിലും എല്ലാ മാസവും ഞാനൊരു 10-18 കസ്റ്റമർ കളക്ഷൻ ഞാൻ തന്നെ പോയി എടുക്കുന്നതാണ്. ഇപ്പൊ എൻ്റെ മകന്റെ കാര്യം ചോദിക്കാറുണ്ട്. നമുക്ക് നേരത്തെ ഒരു ഡ്രൈവറും മകനുമായിട്ടാണ് കളക്ഷൻ എടുക്കാൻ പോയിക്കൊണ്ടിരുന്നത്. അപ്പൊ കൊറോണ സമയത്ത് പുള്ളി മരിച്ചുപോയി. അപ്പോഴേ പിന്നെ പോകുന്നതെല്ലാം ഞാനാണ്. അപ്പൊ കുറച്ച് കസ്റ്റമറെ കൊറോണ സമയത്ത് ഉണ്ടായിരുന്നുള്ളൂ. ഒരു 35 പേരെ ഉണ്ടായിരുന്നു. അതിൽ നിന്ന് നമുക്ക് പെട്ടെന്ന് നമ്മുടെ എല്ലാവരുടെയും ഭാഗ്യം കൊണ്ട് പെട്ടെന്ന് ഉയർത്തെഴുന്നേൽക്കാൻ പറ്റിയതാണ്. 21 തൊട്ട് ഈ 4 വർഷത്തിനിടയിൽ നമുക്ക് നന്നായിട്ട് പിടിച്ചു പറ്റാൻ പറ്റി. അതേപോലെ ഇപ്പോഴും എല്ലാ മാസവും ഞാൻ മാഡത്തിനെ കാണും, 5 മിനിറ്റെങ്കിലും സംസാരിക്കും.
വീട്ടിലെ വൈഫിനെ ചോദിക്കാറുണ്ട്, മകനെ ചോദിക്കാറുണ്ട്. അതിലുപരി എന്നെ മാഡം എപ്പോഴും തൊഴുതിട്ട് സാറേ എന്നാണ് സംഭവം. അത് കാണുമ്പോൾ വലിയ വിഷമം തോന്നും. അതിലുപരി സ്നേഹവും വാത്സല്യവും, ഒരമ്മ മകന് തരുന്ന സ്നേഹവും വാത്സല്യവും 1 മാസത്തിൽ ഒരു 5 മിനിറ്റ് കിട്ടുക എന്ന് പറയുമ്പോൾ വലിയ സന്തോഷമാണ്. അപ്പോൾ മാഡത്തിന്റെ മനസ്സ് പോലെ തന്നെ ഒത്തിരി നാൾ ആദ്യം ഒരു രാധ എന്ന് പറഞ്ഞൊരു ജോലിക്കാരി നിന്ന് ഒരു 3-4 വർഷം നിന്നു. അത് കഴിഞ്ഞ് അവർക്ക് സുഖമില്ലാതെയാണ് അവരവിടെ നിന്ന് മതിയാക്കുന്നത്. അത് കഴിഞ്ഞ് ഇപ്പോഴും നമ്മൾ ഒരാളെ കൊടുത്തിരുന്നു, അതും രാധ തന്നെ എന്നാണ് തോന്നുന്നത്. അത് കഴിഞ്ഞ് ഇപ്പോൾ തുളസിയാണ്. അമ്മയുടെ മനസ്സുപോലെ നല്ലൊരു ജോലിക്കാരിയെ കിട്ടി. നല്ലൊരു ജോലിക്കാരിയെ ഒരു വീട്ടില് മനസ്സറിഞ്ഞ് കിട്ടുക എന്ന് പറയുമ്പോൾ അമ്മ എന്തൊക്കെയോ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് ഇത്രയും നല്ലൊരു വീട്ടിലൊരു കൂടപ്പിറപ്പിനെ പോലെ തുളസിയെ കിട്ടിയത്. അതിൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. എന്നുവെച്ചാൽ ഒരു ജോലിക്കാരി ഒരു 3 വർഷമോ 5 വർഷമോ ഒക്കെ ഒരു വീട്ടിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല. 2 3 ഒരു മാസത്തിൽ ഒരു കോള് പോലും വിളിക്കേണ്ട ആവശ്യം വരുന്നില്ല. നല്ല ജോലി. ചിലര് നേരത്തെ സാറ് പറഞ്ഞിട്ട് പോയിട്ട് പെട്ടെന്ന് വരുന്നവരുണ്ട്, ചിലര് 3 ദിവസം നിന്നിട്ട് ഇറങ്ങുന്നവരുണ്ട്. അപ്പൊ അതൊന്നും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും. പക്ഷെ അതിലുപരി മാഡത്തിനും തുളസിയും പോലുള്ള ജോലിക്കാരെ നമുക്ക് കിട്ടുകയാണെങ്കിൽ വലിയ സന്തോഷമായിരിക്കും. അമ്മയെ ഈ വേദിയിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. ഗുരുവായൂർ അസോസിയേറ്റിൻ്റെ വിളിക്കുന്ന പരിപാടികൾക്കെല്ലാം വരാറുണ്ട്. ഒരു പരിപാടിക്ക് മാത്രമേ എനിക്ക് വരാൻ പറ്റാതിരുന്നിട്ടുള്ളൂ. പക്ഷെ ഞാൻ മനസ്സിലാക്കിയ അനിൽ ഒരുപാട് ചാരിറ്റി ചെയ്യുന്നു. ഇതൊരു ജോലിയായി ഈ കമ്പനി ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ കൂടിയും ചാരിറ്റി ചെയ്യുന്നതിൽ മുൻതൂക്കം നൽകുന്ന അനിലിൻ്റെ ഹൃദയത്തെയാണ് ഞാൻ സ്നേഹിച്ചത്. സ്വന്തം സഹോദരനോട് പറയുന്നത് പോലെ എന്ത് കാര്യം തുറന്ന് സംസാരിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട്. അനിൽ പാറശാല ബാലികാ മന്ദിരത്തിൽ ഭക്ഷണം നൽകാനായിട്ട് പോകുമ്പോൾ എന്നെയും കൂട്ടിപ്പോയാൽ അനിലിന് ഓർമ്മയുണ്ടാകും. അവിടുത്തെ 74 കുട്ടികളും ഈ മുന്നിലിരിക്കുന്ന അമ്മമാരെ പോലെ അവരെ കെയർടേക്ക് ചെയ്യുന്ന അമ്മമാരും ആ ദിവസം മരിക്കുന്നത് വരെ മനസ്സിൽ നിന്ന് പോകുന്നതല്ല. കാരണം സ്വന്തം അച്ഛ അമ്മ എന്ന് വിളിക്കാൻ ആളില്ലാത്ത മക്കൾക്ക് അന്നം നൽകി തിരിച്ചു വരുമ്പോൾ അമ്മയും എന്ന് ആ കുഞ്ഞുങ്ങൾ നമ്മളെ വിളിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന നമ്മുടെ ഹൃദയത്തിൻ്റെ വേദന അതൊരിക്കലും മറക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അന്ന് മുതൽ ആ കുഞ്ഞുങ്ങൾക്ക് അന്നം നൽകുക, വിദ്യാഭ്യാസത്തിനുള്ള സംഭവങ്ങൾ, ബുക്ക്, യൂണിഫോം, ചെരുപ്പ്, ബാഗ്, ഇതെല്ലാം വർഷങ്ങളോളം നൽകുക, ഇതെല്ലാം ഏറ്റെടുത്ത് അനിലിനെ ഓർത്തുകൊണ്ട് തന്നെ എന്നും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളെന്ന നിലയിൽ അനിൽ വിളിക്കുമ്പോൾ സമയമുണ്ടെങ്കിൽ ഓടി വരേണ്ടത് എൻ്റെ ഡ്യൂട്ടിയാണെന്ന് ഗുരുവായൂരപ്പനെ പ്രാർത്ഥിച്ച് ജീവിക്കുന്ന എനിക്ക് ഗുരുവായൂരപ്പൻ അസോസിയേറ്റിനോടുള്ള ഒരു കടമയാണെന്ന് വിശ്വസിക്കുന്ന ജിജാസ്. നിങ്ങളെപ്പോലുള്ള ജോലിക്കാരികൾ എന്ന് നിങ്ങളെ എല്ലാവരും വിളിക്കുമ്പോഴും നിങ്ങളെപ്പോലുള്ള നിങ്ങളുടെ സ്വയം തൊഴിൽ കണ്ടെത്തി ജീവിക്കുന്ന അഭിമാനത്തോടു കൂടി നിങ്ങളെ കാണുന്ന ഒരുപാട് അനുഭവങ്ങളുള്ള സ്ത്രീകളാണ് നിങ്ങളെല്ലാവരും. പല വീടുകളിലും ചെന്ന് എന്തെല്ലാം ഫേസ് ചെയ്തിട്ടുണ്ടാകും എന്ന് നിങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ. ഷെയർ ചെയ്യാൻ പറ്റുന്നതും പറ്റാത്തതുമായ എല്ലാ അനുഭവങ്ങളും ഉണ്ടാകും. എന്നോട് തന്നെ 1-2 സ്ത്രീകൾ അത് പറഞ്ഞിട്ടുമുണ്ട്. പക്ഷേ പുറം നാടുകളിൽ, അമേരിക്ക പോലുള്ള രാജ്യങ്ങളിൽ ഏത് ജോലിക്കും അഭിമാനമുണ്ട്. കോവിഡിന് ശേഷമാണ് ശരിക്കും നമ്മുടെ നാട്ടിൽ നേഴ്സുമാർക്കും നിങ്ങളെപ്പോലുള്ള ജോലി ചെയ്യുന്നവർക്കും അഭിമാനം എന്നൊരു സംഭവം ഉണ്ടായത്. അതുണ്ടാക്കിയെടുക്കേണ്ടത് നിങ്ങളുടെ തന്നെ ഡ്യൂട്ടിയാണ്. കാരണം എവിടെയെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ തീർച്ചയായിട്ടും ബോൾഡായിട്ട് നിന്ന്
നമ്മൾ സ്ത്രീകളാണെന്ന് നമ്മുടെ മനസ്സിൽ ഒരിക്കലും തോന്നരുത്. നമ്മുടെ അന്നത്തിനുള്ള ജോലി ഒരു ഡോക്ടർ ചെയ്യുന്നുണ്ടോ, നഴ്സ് ചെയ്യുന്നുണ്ടോ, അതുപോലെ തന്നെ നമ്മുടെ വിദ്യാഭ്യാസത്തിനനുസരിച്ച് മറ്റുള്ളവർ കഴിവ് വേണ്ടവർക്ക് കൊടുക്കാൻ സാഹചര്യമുള്ളവർ നമ്മളുടെ സഹായം ചോദിച്ചുകൊണ്ട് നമ്മുടെ സർവീസ് അവർ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശരിക്കും അഭിമാനികൾ തന്നെയാണ്. നാളെ ഇപ്പം ഞാനായാലും ആർട്ടിസ്റ്റ് എന്ന് ഏതോ നാട്ടിൽ നിന്ന്, കണ്ണൂരിൽ നിന്നുമൊക്കെ വന്ന് ഇവിടെ രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ പലരും സഹായിച്ചുകൊണ്ട് മാത്രമാണ്. എനിക്ക് എൻ്റെതായ ഒരുപാട് പരിമിതികളുണ്ട്. സൗന്ദര്യമില്ല, ഹൈറ്റ് ഇല്ല, കഴിവ് മാത്രമേ ഉള്ളൂ. ആ കഴിവ് അവസരങ്ങൾ കിട്ടിയാൽ മാത്രമേ നമുക്കത് ജനങ്ങളുടെ മുമ്പിൽ പ്രദർശിപ്പിക്കാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെയാണ് നിങ്ങൾക്ക് അവസരങ്ങൾ കിട്ടുമ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ ഓരോ വീടുകളിലും അവിടുത്തെ രക്ഷിതാക്കളോടൊപ്പം, പ്രായമുള്ളവരോടൊപ്പം സ്നേഹത്തോടുകൂടി പെരുമാറി നിങ്ങളുടെ ജോലി നിങ്ങൾ വർഷങ്ങളോളം ഉറപ്പ് വരുത്തുമ്പോൾ സ്വന്തം കാലിൽ നിൽക്കുന്നു എന്നൊരു അഭിമാനം കുടുംബത്തിൻ്റെ മുന്നിൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മരണം വരെ ആരോഗ്യം തരാൻ വേണ്ടി മാത്രം പ്രാർത്ഥിക്കുക. ധൈര്യത്തോടുകൂടി മുന്നേറുക. ഗുരുവായൂരപ്പൻ അസോസിയേറ്റ്സിലുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും, അനിലിനും കുടുംബത്തോടൊപ്പം അവിടെ ജോലി ചെയ്യുന്ന എല്ലാവർക്കും, ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും നല്ലൊരു ഓണം ആശംസിച്ചുകൊണ്ട് നിങ്ങൾ എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥന മാത്രം മതി എന്നൊരു റിക്വസ്റ്റ് മാത്രം നൽകിക്കൊണ്ട് പിൻവാങ്ങുന്നു. പ്രസംഗത്തിനിടയിൽ ഞാൻ ഒരാളെ പരിചയപ്പെടുത്താൻ പറഞ്ഞു. എൻ്റെ ഒരു നിങ്ങൾ നേരത്തെ അതിപ്പോൾ സ്വീകരിച്ച ആർദ്ര സുമരാജ്. ആർദ്ര സുമരാജ് ഈ പരിചയപ്പെടുത്തേണ്ട രീതിയൊന്നും അല്ല. ആർദ്ര സുമരാജിന് വലിയ സംഭവമാണ്. ലോകർക്കാടിൽ ലോകർക്കാടിൽ ആ കുട്ടിയുടെ പേര് പലതവണ വന്നിട്ടുള്ളത്. കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരു സുഹൃത്തിന്റെ വിവാഹത്തിന് പോയിരുന്നു. ആ സുഹൃത്തിന്റെ പേര് സുമരാജ് എന്നാണ്. സുമരാജ് ഒരു സിനിമാ പ്രേമിയായിരുന്നു. എല്ലാ സിനിമകളിലും അദ്ദേഹം മുഖം കാണിക്കാനായിട്ട് ഒരു അങ്ങനെ വെച്ചുള്ള പരിപാടിയാണ്. ഞാൻ ആ സൗഹൃദങ്ങളോടെ സൃഷ്ടിക്കാറുണ്ട്. അങ്ങനെ എനിക്ക് സുമരാജിന്റെ വിവാഹം വന്നു. വിവാഹത്തിന് എന്നെ വിളിച്ചു. ഞാൻ പോയി. എന്നിട്ട് ഗ്രൂപ്പ് ഫോട്ടോ എനിക്ക് അയച്ചു തന്നു. ഞാനെല്ലാം മറക്കേണ്ടി വരും. ഈ അടുത്ത കാലത്ത് ഈ ആർദ്രയെ കുറിച്ച് എന്നോട് ചേട്ടാ, എന്റെ മകളാണ് ആർദ്ര. വേൾഡ് ഓഫ് ബുക്ക് റെക്കോർഡ്, വേൾഡ് ഓഫ് റെക്കോർഡില് ഇന്ത്യ ബുക്സ് ഓഫ് റെക്കോർഡ്സ്, ഏഷ്യ ബുക്സ് ഓഫ് റെക്കോർഡ്സ്, കലാംസ് വേൾഡ് ഓഫ് റെക്കോർഡ്സ്, ഇന്റർനാഷണൽ ബുക്സ് ഓഫ് റെക്കോർഡ്സ്, വേൾഡ് വൈഡ് ബുക്ക് റെക്കോർഡ്സ്. ഇത്രയും തലങ്ങളിൽ 5 തലങ്ങളിലേക്ക് ശ്രദ്ധിക്കേണ്ട ഒരു വലിയ കലാകാരിയാണ്. അതുല്യായ ഒരു കലാകാരിയാണ്. കാരണം ഇതുപോലൊരു കല ആരും ഇതുവരെ വരുത്തിയിട്ടില്ല. കിട്ടുന്നല്ല, സ്വന്തം മുഖത്ത് കഥകളിയുടെ മുദ്ര കിട്ടും. വേഷം കിട്ടുന്ന കഥകളിക്കാരനാണ്. 5 മണിക്കൂർ ഒരു കഥകളിക്കാരനെ വേഷം കെട്ടണമെങ്കിൽ 5 മണിക്കൂർ എടുക്കും. ഇത് സ്വന്തം മുഖത്ത് കണ്ണാടിയിൽ നോക്കി ആ കുട്ടി ഇത് വരച്ചെടുക്കും. അത് ഭയങ്കര രൂപങ്ങളാണ്. ആർദ്രരൂപങ്ങൾ കാണും. ചിലപ്പോൾ താമരയായിരിക്കും, ചിലപ്പോൾ പുഷ്പമായിരിക്കും, ചിലപ്പോൾ ഭദ്രകാളിയായിരിക്കും. എന്ത് വേഷവും ആ കുട്ടി സ്വന്തം കണ്ണാടിയിൽ നോക്കി പെയിന്റിങ്, അതിനുവേണ്ടി പ്രത്യേകം ഉണ്ടാക്കിയ ചാരിച്ച് ഉണ്ടാക്കി എഴുതുന്ന ഒരു വലിയ കലാകാരിയാണ്. അപ്പൊ ആ സുമരാജന്റെ മകളാണ് എന്ന് പറഞ്ഞപ്പോൾ ഞാനൊന്ന് ഞെട്ടി. രണ്ടുപേരും ഒന്ന് എഴുന്നേറ്റേക്കണം. കാര്യം നിങ്ങളാണ് ആ കുട്ടി ഇങ്ങനെ വരാനുള്ള കാരണം. ഇത് രണ്ടുമാണ്. ഇവരെ ആയിരുന്നു പരിചയപ്പെടും. നമ്മുടെ തിരിഞ്ഞു നോക്കിയിട്ട് അമ്മയുടെ സൗന്ദര്യം അതുപോലെ കൊടുത്തിരിക്കുക. അച്ഛന്റെ സൗന്ദര്യം എന്നല്ല, ഇവരാണ് ആ കുട്ടികളെ തെരുവിലാക്കാൻ. അതുപോലെ നിങ്ങളെ മക്കൾ അവരുടെ കല, അവരുടെ കഴിവെന്താണോ തിരിച്ചറിഞ്ഞവരെ പ്രോത്സാഹിപ്പിക്കാനുള്ള ഒരവസരം നിങ്ങൾ ഒഴിവാക്കുക. അതിനു വേണ്ടിയാണ് ഞാൻ ഇപ്പോൾ ഈ വിളിച്ചത്, അവരെ പരിചയപ്പെടുത്തിയത്. ആ കുട്ടിക്ക് ഇനിയും ഒരുപാട് വേദികളിൽ പങ്കെടുക്കാൻ. അഡ്വക്കറ്റാണ്, സുന്ദരിയാണ്, കലാകാരിയാണ്, കലാബോധമുണ്ട്, എഴുത്താൻ, ഇതിനെക്കുറിച്ചൊക്കെ ഒരു ബുക്ക് എഴുതാനുള്ള പരിപാടിയിലാണ്. അങ്ങനെയൊക്കെയുള്ള കുട്ടിയാണ്. അപ്പൊ അതൊന്ന് പരിചയപ്പെടുത്താൻ. മറ്റൊരു കാര്യം, ഞാനിപ്പം നിങ്ങൾ അക്കൗണ്ടന്റ് പറഞ്ഞപ്പോഴാണ് മനസ്സിലാക്കിയത്, നിങ്ങളുടെ ഗൂഗിൾ പേ ഇല്ലെന്ന്. പക്ഷെ മോശമാണ് കേട്ടോ, വളരെ മോശമാണ്. ഇപ്പൊ ഇക്കാലത്തെ ഗൂഗിൾ പേ ഇല്ലാത്തവരാരാ? മീൻ പിടിക്കുന്നവർക്ക്, എന്റെ വീട്ടിൽ കൊണ്ടുവരുന്നവർക്കാണ് ഗൂഗിൾ പേ ഉണ്ട്. എത്ര നമ്മൾ 200 രൂപ 500 രൂപ വയ്ക്കും. പിച്ചക്കാർ വരപ്പോ അതുകൊണ്ടാണ് നടക്കുന്നത്. ആരെ കാണിച്ചാൽ ഇതൊന്നും കാണിച്ചാൽ പറ്റും കുതിര. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും വളരെ അത്യാവശ്യമായിട്ട് ഇന്നല്ലെങ്കിൽ നാളെ പോയി ഗൂഗിൾ പേ എടുക്കണം. നിങ്ങൾ ബാങ്കിൽ വെച്ചെന്ന് പറഞ്ഞാൽ മതി, ഗൂഗിൾ പേ എടുക്കണം. എന്നുള്ള പൈസ അപ്പോൾ ഇട്ട് തരും. ഒരു പുറകെ നടക്കേണ്ട കാര്യമില്ല. ഞാനങ്ങ് അയച്ചെന്ന് പോലെ അപ്പോൾ എടുത്തിടും. അതുകൊണ്ട് മറക്കരുത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് ഗുണങ്ങളുണ്ടാവും.
നിങ്ങൾ ആരെങ്കിലും സഹായിക്കാൻ മനസ്സുണ്ടെങ്കിൽ അയാൾ പോയിട്ട് അയച്ചു തരാമെന്ന് പറഞ്ഞാൽ ഇത് നടക്കത്തില്ല. അപ്പൊ സാർ എൻ്റെ ഗൂഗിൾ പേ ഉണ്ട്, ഇതാ നമ്പർ എന്ന് പറഞ്ഞേക്കണം. അപ്പൊ അതൊന്ന് ഓർപ്പെടുത്താൻ വേണ്ടിയാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ ക്ഷമിക്കുക. പൊന്നാട അണിയിച്ച് ആദരിക്കുന്നതിന് വേണ്ടി ജിജ മാഡത്തിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നമ്മുടെ മെഡിക്കൽ കോളേജ് ഓഫീസിൽ നിന്നും ഒരു 5 വർഷമായി നമ്മുടെ സ്ഥിരമായിട്ട് ഒരു വീട്ടിൽ തന്നെ നിൽക്കുന്ന സ്റ്റാഫ് ആയിരുന്നു. ആന്റിയെ കൊണ്ട് നമുക്ക് യാതൊരുവിധ കംപ്ലൈന്റും വന്നിട്ടില്ല. അപ്പം അവിടുത്തെ അമ്മ മരിച്ച ശേഷമാണ് ആന്റി ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അത്രയും നല്ല ഒരു സർവീസാണ് ആ കസ്റ്റമറിന് ലഭിച്ചത്. നമുക്കും വേറെ യാതൊരു പരാതിയും ഉണ്ടായിട്ടില്ല. അടുത്തതായി മികച്ച ജോലിക്കാർക്കുള്ള അവാർഡ് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി തൈക്കാട് ഓഫീസിൽ നിന്നും പ്രസന്നകുമാരി കോവളം ആന്റിയെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. നേരത്തെ മെഡിക്കൽ കോളേജിന്റെ സ്റ്റാഫ് ആയതുകൊണ്ടാണ് എനിക്ക് പറയാൻ പറ്റാത്തത്. വിഷമം വിചാരിക്കരുത്. എനിക്ക് അത്ര പരിചയമില്ല. മെഡിക്കൽ കോളേജ് ഓഫീസ് നടത്തിക്കൊണ്ടു പോകുന്ന വിദ്യയാണ് അവിടുത്തെ മാനേജർ. പക്ഷെ ഇത് പ്രസന്ന നമ്മുടെ ജോലിക്കാരിയാണ്, തൈക്കാട് എന്നുള്ള. 5 വർഷമല്ല, ഒരു പോയിട്ട് ഒത്തിരി നാളായി. പ്രസന്ന സ്റ്റേജിൽ നിന്ന് പൊക്കളരുത്. പൊന്നാടയുണ്ട്. അഞ്ചു വർഷം മാത്രമല്ല, എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 10 വർഷം അടുപ്പിച്ചായി കാണും. പക്ഷെ അവര് ഒരു വീട്ടിൽ തന്നെ 7-8 വർഷം ജോലി ചെയ്ത ആളാണ്. ഇപ്പോഴാണ് ആ വീട്ടിൽ നിന്ന് മാറിയത്. പിന്നെ ഇടയ്ക്ക് അവർക്ക് സുഖമില്ലാതായി. എൻ്റെ അടുത്ത് സങ്കടം പറഞ്ഞു, സാറേ എനിക്ക് ഇനി ജോലിക്ക് വരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഞാൻ പറഞ്ഞ അസുഖമൊക്കെ സുഖമായിട്ട് ഇനിയും ഒരു അവസരം കൂടെ ഗുരുവായൂരപ്പള്ളിയിൽ ജോലി ചെയ്യാൻ നിങ്ങൾക്ക് അതിൻ്റെ ഒരു പുണ്യം കിട്ടും. ഞാൻ പഴവങ്ങാടി അമ്പലത്തിൽ മിക്ക ദിവസവും തൊഴാൻ പോകുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ പോകുമ്പോഴേ എല്ലാ ദിവസവും പുള്ളി ഇപ്പോഴവിടെ പഴവങ്ങാടി അമ്പലത്തിൽ തൊഴാൻ വരാറുണ്ട്. ശരീരസുഖം തിരിച്ചു കിട്ടിയതിലും സൗന്ദര്യം തിരിച്ചു കിട്ടിയതിലും നമുക്ക് എല്ലാവർക്കും വലിയ സന്തോഷിക്കാം. അടുത്ത് നമ്മുടെ സെൽവൻ മാർത്താണ്ഡം. മാർത്താണ്ഡം സെൽവനും ജോലി ചെയ്തിട്ട് ഏതാണ്ട് 13 വർഷമായി. ആണുങ്ങളെ നോക്കുന്ന മെയിൽ നേഴ്സ് എന്ന ജോലിയാണ് പുള്ളി ചെയ്യുന്നത്. വളരെ സൗമ്യമായിട്ടും ശാന്തതയോടും ക്ഷമയോടും ജോലി ചെയ്യാൻ. രോഗിയെ നോക്കുക എന്ന് പറയുന്നത് വലിയ ഒരു ജോലിയാണ്. നമുക്ക് തോന്നും വെറുതെ ഇരുന്നാൽ മതി എന്നാണ് എല്ലാവരും പറയുന്നത്. കസ്റ്റമർ വിളിക്കുമ്പോഴും പറയുന്നത് ഇങ്ങനെയാണ്, അച്ഛനെ നോക്കി വെറുതെ ഇരുന്നാൽ മതി, ഒരു പണിയില്ല. സെൽവം പോകരുത്. ഒരു പണിയില്ല എന്ന് പറയുമ്പോൾ വെറുതെ നോക്കിയിരിക്കാൻ പറ്റുന്നതല്ല. ആ രോഗി ശരീരം ഒരു വ്രണം വരാതെയും കിടക്കുന്ന പേഷ്യന്റിന് എത്ര വെള്ളം കൊടുക്കണമെന്നും എത്ര സമയം ആഹാരം കൊടുക്കണമെന്നും കൃത്യനിഷ്ഠയോടെ ടാബ്ലറ്റുകൾ കൊടുക്കുക, അവരെ തിരിച്ച് അടുത്ത വീണ്ടും ജീവിതത്തിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത് വലിയൊരു പുണ്യകർമ്മമാണ്. അപ്പോൾ പലയിടത്തും ശരീരം സുഖമായി കസ്റ്റമർ നല്ല രീതിയിൽ തിരിച്ച് മാർത്താണ്ഡ സെൽവന് നിങ്ങൾ നല്ല രീതിയിൽ കൊടുക്കണം. നമ്മുടെ അവിടെ നിൽക്കുന്ന പൈസ ഇത്രയുണ്ട്, അതും കൂടെ അവന് പുള്ളിക്ക് തന്നെ കൊടുത്തേക്കണം. പുള്ളിയെ പറ്റി മോശം അഭിപ്രായം പറഞ്ഞ ഒരു കസ്റ്റമറും ഇല്ല. എല്ലാവരും നല്ലതാണ്. ഇപ്പോഴും കുറച്ച് ദിവസം സെൽവനും ശാരീരിക ബുദ്ധിമുട്ടുണ്ടായിരുന്നു. തിരിച്ച് ഞാൻ വിളിച്ചപ്പോഴേ വലിയ സങ്കടത്തോടെ പറഞ്ഞു. നമ്മുടെ 1-2 സ്റ്റാഫുകളൊക്കെ മാറിയപ്പോഴേ പഴയ ആൾക്കാരെയൊക്കെ ചിലപ്പോൾ വിളിക്കുക എന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ ഓർമ്മിച്ചപ്പോൾ സാലറി വാങ്ങാൻ വരുന്നത് കാണുന്നില്ല. അങ്ങനെയാണ് അന്വേഷിച്ചപ്പോൾ സാറേ സുഖമില്ല, നോക്കട്ടെ അടുത്ത മാസം. ഞാൻ പറഞ്ഞു നോക്കണ്ട, അടുത്ത മാസം തൊട്ട് ജോലിക്ക് വരണം. ഞാനിപ്പോൾ പുതിയതായിട്ട് വീണ്ടും ജോലിക്ക് കയറിയിട്ടുണ്ട്. സെൽവന് ആയുസ്സും ആരോഗ്യവും ദൈവം നല്ല രീതിയിൽ കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. വിശ്വനാഥൻ വിതുര. വിശ്വനാഥൻ ഒരു 100% ക്രിസ്ത്യാനിയാണ്. യേശുവിൻ്റെ എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോകണം എന്ന് പറയുന്നതാണ്.
ഞാൻ ചിലപ്പോൾ വരട്ടാറുണ്ട്. മാസത്തിൽ 2 ദിവസം പോയാൽ മതി. യേശു നീ ഏത് വീട്ടിൽ നിൽക്കുമ്പോഴും അവിടെ പ്രത്യക്ഷപ്പെടും. ഭയങ്കര ഭക്തനാണ്. ഈ അടുത്ത സമയത്ത് ഒരു കസ്റ്റമറിന്റെ വീട്ടിൽ നിന്നിട്ട് ആ കസ്റ്റമർ തന്നെ വേറുള്ളവർക്ക് വേണ്ടി നമ്മുടെ അടുത്ത് പറഞ്ഞ് ചെയ്തു വിടാറുണ്ട്. അങ്ങനെ നല്ലൊരു ജോലിക്കാരനാണ്, ഒരു ദൈവവിശ്വാസി കൂടിയാണ്. വിതുരയിലാണ് സ്ഥലം. നമുക്കവിടെ ഒരു പുതിയ ഓഫീസ് തുടങ്ങാനുള്ള ഒരു 2 സെന്റ് സ്ഥലമൊക്കെ വാങ്ങിച്ചതിന്റെ അതിന്റെ ക്ലീനിങ്ങും കാര്യങ്ങളും ആ വസ്തുവിന്റെ മേൽനോട്ടം വരെ വിശ്വനാഥനാണ് വഹിക്കുന്നത്. നല്ല മനസ്സിന്റെ ഉടമയാണ്. എന്നും ഈശ്വരാനുഗ്രഹം ഉണ്ടായിരിക്കട്ടെ എന്ന് വിശ്വനാഥനും പ്രാർത്ഥിക്കുന്നു. മെഡിക്കൽ കോളേജിലോട്ട് പോയാൽ ഞാൻ 1-2 പ്രാവശ്യം നന്നായിട്ട് സ്നേഹത്തോടെ സംസാരിച്ചിട്ടുണ്ട്. സ്നേഹത്തോടെ എന്ന് പറയുമ്പോൾ അവർക്കറിയാം. ഞാൻ മിക്കവരെയും വഴക്ക് പറയാറുണ്ട്. സ്നേഹം കൊണ്ട് പറയുന്നതാണ്, അല്ലാതെ വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. ഏതാണ്ട് ഒരു 15 വർഷം വരും ഇവരും ജോലിക്ക് പോകാൻ തുടങ്ങിയിട്ട്. നല്ല സ്വഭാവമുള്ള ആൾക്കാർ. എന്ന് വെച്ചാൽ ഇവരൊക്കെ പോയിട്ട് ഒരു കസ്റ്റമർ നമുക്ക് പരാതി പറഞ്ഞിട്ടില്ല. അവരെ പറ്റി ഒരു പരാതി പറയാൻ ഇല്ലാത്തത് കൊണ്ടാണ് പറയാത്തത്. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഇങ്ങനെയുള്ള ജോലിക്കാർ ഏതെങ്കിലും വീട്ടിൽ നിന്നാൽ നമ്മുടെ സ്റ്റാഫുകൾക്ക് ഭയങ്കര അനുഗ്രഹമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നൊന്നും ആള് മാറ്റണ്ട. എനിക്ക് യാതൊരുവിധ ടെൻഷനും ഇല്ല. ടെൻഷൻ മൊത്തം വലിച്ചെടുക്കുന്നത് എൻ്റെ നട്ടലിലും വാരിയലുമാണ് പുറത്തിരിക്കുന്നത്. അതുകൊണ്ട് സ്നേഹത്തോടെ അവർക്കും ദൈവത്തിന്റെ അടുത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. അവർക്കും ആയുസ്സും ആരോഗ്യവും എല്ലാം നല്ല രീതിയിൽ കൊടുക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സ്നേഹപൂർവ്വം ശാന്താനിയും നമ്മുടെ കൂടെ കൂടിയിട്ട് ഒരു 13 വർഷം ആവും. നമുക്ക് ഒത്തിരി സഹായമൊക്കെ ഉള്ളതാണ്. ആന്റി പല ആൾക്കാരടുത്തും നമ്മുടെ ഓഫീസിനെ പറ്റി നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവരെയും നമ്മുടെ ഓഫീസിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. സ്ഥിരമായിട്ട് നമ്മുടെ ഓഫീസിൽ തന്നെയാണ്, വേറെ ഒരു ഓഫീസിൽ ആന്റി പോകില്ല. നല്ല ജോലിക്കാരിയാണ്. നമുക്ക് വേറെ ബുദ്ധിമുട്ടൊന്നും ഇതുവരെയ്ക്കും ഉണ്ടായിട്ടില്ല. മാർക്ക് A+ന് ഫുള്ള് A+ വാങ്ങിച്ച ഷൈനി ഞങ്ങളുടെ ഒരു സ്റ്റാഫിന്റെ ചെറുകുട്ടിയാണ്. രാവിലെയും വിളിച്ചിരുന്നു. സ്റ്റേജിലുണ്ടോ? ഷൈനി എസ് +2 ഫുൾ മാർക്ക് വാങ്ങിച്ച കുട്ടി. ശോശാമ്മ സ്റ്റേജിലോട്ട് വരാൻ ബുദ്ധിമുട്ടാണെങ്കിൽ കൊച്ചുമക്കളെ പറഞ്ഞു വിടണം. ഇതുവരെ നടന്നു വന്ന സ്ഥിതിക്ക് 2 പടി കയറി വരാൻ പറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം. നടക്കാതിരുന്ന ഇരുന്നു പോകും. കഴിയുമെങ്കിൽ ബുദ്ധിമുട്ടായിരുന്നാലും കയറി വരണം. പൂർണ്ണസുഖമായി ഇവിടെ നമുക്ക് ജോലി ചെയ്യാൻ പറ്റും. ഇതേപോലെ കരഞ്ഞുകൊണ്ട് വിഷമത്തോടെ സ്റ്റേജിൽ വന്നതാണ്. അന്ന് ഞാൻ പറഞ്ഞു നമ്മളെല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവും. ഇപ്പൊ തിരിച്ചു വന്ന് ഒരു ജോലിക്കും പോയി തുടങ്ങി. വലിയ സന്തോഷം കാണാൻ പറ്റിയതിൽ. മെഡിക്കൽ കോളേജിന്റെ സ്റ്റാഫുകളെ കാണാൻ പറ്റാത്തതിലുള്ള വിഷമമുണ്ട്. ഉദയംകുളങ്ങര ജോലി ചെയ്യുന്നവരെ കാണാൻ പറ്റാത്തത് വിഷമമുണ്ട്. വിതുരയിൽ ജോലി ചെയ്യുന്നവരെ കാണാൻ പറ്റാത്തതുകൊണ്ട് വിഷമമുണ്ട്. അതേപോലെ തന്നെ വെങ്ങാനൂരും. ഇപ്പൊ ഏറ്റവും കൂടുതൽ എന്നെ കാണുന്നത് തെക്കാടുള്ള സ്റ്റാഫുകളും തെക്കാടുള്ള എൻ്റെ നേരത്തെ പറഞ്ഞില്ല നട്ടലും ഭാര്യയുള്ള സ്റ്റാഫുകളാണ് കൂടുതൽ വഴക്ക് കേൾക്കുന്നതും എല്ലാം. ഇപ്പോൾ വലിയ സന്തോഷമുണ്ട്. നിങ്ങളൊന്ന് കാണാൻ വേണ്ടി ഞാൻ വിളിച്ചതേ ഉള്ളൂ. അതേപോലെ നമ്മുടെ ഇപ്പൊ കേശവ കൊടുത്ത് ധനസഹായം, ചികിത്സാ ധനസഹായം കൊടുത്തവരും അടുത്ത വർഷമോ അതിന്റെ അടുത്ത വർഷമോ ഫുൾ ശരീര സുഖത്തോടെ എൻ്റെ ഓണക്കോടി വാങ്ങാൻ വരട്ടെ എന്ന പ്രാർത്ഥനയോട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഗുരുവായൂരപ്പൻ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന ചികിത്സാ സഹായ വിതരണവും അതുപോലെ +2 ഉയർന്ന മാർക്ക് കിട്ടിയ വിദ്യാർത്ഥികൾക്ക് സമ്മാനദാന വിതരണവും ഒക്കെ നടന്നു വരികയാണല്ലോ. അതിനു വേണ്ടി ഇന്നിവിടെ സാന്നിധ്യം വഹിച്ച ഈ പരിപാടി വളരെ മഹനീയമായി ഭദ്രദീപം തെളിയിച്ചത് ശ്രീമതി ഗീത സുരേന്ദ്രൻ അവർകളാണ്. പ്രശസ്ത സിനിമാ താരം. അവരെ വീണ്ടും ഈ വേദിയിൽ വെച്ച് കാണുവാൻ കഴിഞ്ഞുള്ള സന്തോഷം ഞാൻ അറിയിക്കുകയാണ്. സ്വാഗതം അർപ്പിച്ച വിദ്യ ബി, അതുപോലെ തന്നെ അധ്യക്ഷ പ്രസംഗം നടത്തിയ ആർ അനിൽകുമാർ ഗുരുവായൂരപ്പൻ അസോസിയേഷന്റെ MD ആണ്. ഉദ്ഘാടനം ചെയ്ത
പ്രശസ്ത സിനിമയും സീരിയലിലെയും താരം സാറിനെ ഞാൻ അനേകം വേദികളിൽ ഒരുമിച്ച് സാറിനോടൊപ്പം പങ്കിടുവാനുള്ള അവസരം ലഭിച്ചിട്ടുണ്ടായിരുന്നു. വീണ്ടും ഒരിക്കൽ കൂടെ പ്രിയ സാറിന്റെ നർമ്മ മുഖഭാവം ഒരിക്കൽ കൂടെ അടുത്തിരുന്ന് അനുഭവിക്കാൻ കഴിഞ്ഞുള്ള സന്തോഷം അറിയിക്കുകയാണ്. വിശിഷ്ട വ്യക്തികളെ ആദരിച്ച പ്രശസ്ത സിനിമാ സീരിയൽ താരമായ ശ്രീ എം.ആർ. ഗോപകുമാർ സാറിനെയും പല വേദികളിൽ സാറിനോടൊപ്പം എനിക്ക് വേദികൾ പങ്കിടുവാൻ കഴിഞ്ഞു. ആ സാറിനെയും ഈ വേദിയിൽ കാണുവാൻ കഴിഞ്ഞുള്ള സന്തോഷം അറിയിക്കുകയാണ്. അതോടൊപ്പം മാധ്യമ പ്രവർത്തകനായിരിക്കുന്ന ശ്രീ പ്രേം ജനചിന്ത സാറിനെയും കാണുവാനുള്ള കഴിഞ്ഞുള്ള സന്തോഷം അറിയിക്കുന്നു. ഓം തത്സത് ശ്രീനാരായണനേ പുരുഷോത്തമ ഗുരുദീ സിദ്ധബുദ്ധനേ സ്കന്ദവിനായക സവിതാ പാവകനേ ബ്രഹ്മവസ്തുനേ യഹോവ ശക്തി യേശു പിതാ പ്രഭുനേ രുദ്രവിഷ്ണു നീ രാമകൃഷ്ണ നീ റഹീമദോ നീ വാസുദേവ ഹോ വിശ്വരൂപ നീ ചിദാനന്ദ ഹരി നീ അത്തുതീയ നീ ആഹാരനേ സ്വയനാത്മലിംഗ ശിവനേ ഓം തത്സത് ശ്രീനാരായണനേ പുരുഷോത്തമ ഗുരുനേ. ഗണങ്ങളരുളും മഴ നീക്കണങ്ങളെ ശാന്തമായി തലോടും കുളിർക്കാറ്റിൻ നീണമേ ദീപാകുന്ന തൻ സ്നേഹാദ്ര നൊമ്പരം കാണാ മറന്നു പോ മംഗളങ്ങളരുളും മഴ നീക്കണങ്ങളെ അനുരാഗം പോലും കിനാവിൻ കിളിപ്പാടുന്നതപരാധമാണോ ഇരുളിൽ വിതുമ്പുന്ന പൂവേ നിൻവിടരുന്നതപരാധമായോ ഈ മണ്ണിലെങ്ങുമേ കാരുണ്യമില്ലയോ ഈ വിണ്ണിലെങ്ങുമേ ആലംബമില്ലയോ നിഴലായി നിലാവിൻ മാറിൽ വീഴാൻ വെറുതെ ഒരുങ്ങുമ്പോഴും ഓ മംഗളങ്ങളരുളും മഴ നീക്കണങ്ങളെ ശാന്തമായി തലോടും കുളിർക്കാറ്റിനീണമേ വന്ന മണിയും വസന്തം പ്രിയരാഗം കവർന്നേ പോയോ അഴകിൻ നിറച്ചാന്തുമായി മഴമഴവില്ലും അവലെ മറഞ്ഞു നിന്നന്തരംഗമാ ഏകാദിവീതിയിൽ ഏകായിയാൻ പാടാൻ വരുമ്പോൾ
രണ്ടുപേർ നമ്മൾ കഴിഞ്ഞ വർഷത്തെ ഓണാഘോഷ പരിപാടിയിൽ ശാലിനിക്കും നമ്മൾ മികച്ച ജോലിക്കാർക്കുള്ള അവാർഡ് കൊടുത്തതാണ്. അതുപോലെ ഗിരിജാനിക്കും നമ്മൾ കഴിഞ്ഞ വർഷത്തെ ഓണാഘോഷത്തിൽ അവാർഡ് നൽകിയിട്ടുണ്ടായിരുന്നു. പഴയ ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് അറിയായിരിക്കും. ഒരാളടുത്ത് മാത്രമായിട്ട് പറയണ്ടെന്ന് വിചാരിച്ച് ഇങ്ങനെ വേദിയിൽ പറയാൻ വിചാരിച്ചു. 2016-17 ഞാൻ വട്ടിയൂർക്കാവ് സൊസൈറ്റിയിൽ നിന്ന് 2 ലക്ഷം രൂപ ലോൺ എടുത്ത് ഞാൻ 15 ലക്ഷം രൂപ അടച്ചിട്ട് ലോൺ തരുന്നില്ല. ഞാൻ അങ്ങനെ വിഷമിച്ച് വീട്ടു ജോലിക്ക് പോകാൻ ഒരു കുറച്ച് ലോൺ ഉണ്ടായിരുന്നു. ഒരു നാണക്കേട്. അമ്മയ്ക്ക് ജോലി ഉണ്ടായിരുന്നു, അച്ഛനും ജോലി ഉണ്ടായിരുന്നു. അപ്പൊ സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നിട്ട് എന്ത് ചെയ്യും, ആരടുത്തും പറയാതെ ഞാൻ പാലോടുള്ള തലയിട്ട ആരോടും പറയാതെ ഇവിടെ വന്നിട്ട് ഒളിച്ചു വന്ന് ഒരു വീട്ടിൽ ജോലിക്ക് നിന്നു. ക്ലീനിങ്ങിന് പോണെന്നൊക്കെ എങ്ങനെ പറയുമെന്ന് ഇപ്പൊ എനിക്ക് ഒരു നാണക്കേടില്ല കേട്ടാ, എല്ലാവരും ഫ്രണ്ടിൽ പറയാൻ പറ്റും. അങ്ങനെ നിന്നപ്പോഴേ ആ വീട്ടിലെ മേഡം പറയും, ജയശ്രീ കുഞ്ഞൊരു കാര്യം ചെയ്യേ, ഞാൻ ഗുരുവായൂരപ്പൻ അസോസിയേഷന്റെ നമ്പർ തരാം, ഇയാളൊന്ന് വിളിച്ചിട്ട് അവിടോട്ട് പോകാൻ പറഞ്ഞു. അമ്മ ചേച്ചി എൻ്റെ 500 രൂപയൊന്നും അടയ്ക്കാനില്ല, ഞാൻ പോണില്ല. അവര് തന്നു. ഞാൻ 500 രൂപ കൊണ്ടൊന്നിട്ട് കൊടുത്തില്ല. 500 രൂപ ഇല്ല വിദ്യ പോണെന്നൊക്കെ പറഞ്ഞിട്ട് 300 രൂപയും കൊടുത്ത് ഫോട്ടോയും ആധാറും എല്ലാം കൊടുത്ത് ജോലിക്ക് പോയി. പറയാനും പേടി. ഞാനൊരു വീട്ടില് മണന്തല ഒരു വീട്ടില് വിദ്യമൊക്കെ അറിയായിരിക്കും. അവിടെ ടീച്ചറിന്റെ കൂടെ ആർക്കും പറ്റൂല. അവര് സമയനിഷ്ഠയാണ്. 8 തൊട്ട് നമുക്ക് 4, 8 ആവാൻ 5 മിനിറ്റ് കൊണ്ട് അവർ കയറ്റൂല. 4 ആവാൻ 5 മണിയായാലും നമുക്ക് നിൽക്കാം. അപ്പൊ ഞാൻ അങ്ങനെ പോയപ്പം ഒരു 3 വർഷം, ഒരു 1-2 വർഷം വരെ നിന്നപ്പോഴേ അവര് എപ്പോഴും എനിക്ക് ഫോൺ വരും. സൊസൈറ്റിയിൽ നിന്നാണ് വിളിക്കണത്. ഞാൻ വിളിക്കൊണ്ട് വയ്ക്കും, പൈപ്പ് തുറക്കും, കരയും, മേഡം ദൈവത്തെ ഓർത്ത് എന്റെ വീടെല്ലാം എടുത്തോ, എനിക്ക് വേണ്ട, എത്രയും രൂപയുടെ സ്വത്ത് അവിടെ ഇരിക്കല്ലേ, പിന്നെ എന്തിനാണ് എന്നെ വിളിക്കണത്, ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഇങ്ങനെ വിളിച്ച എനിക്ക് പ്രശ്നമാണെന്ന് പറഞ്ഞു. അപ്പൊ ഇതെല്ലാം സാറ് ഇങ്ങനെ നോക്കിയ മണന്തല സ്വീകാര്യം ആണെന്ന് തോന്നുന്നു. അവിടുത്തെ വലിയ ഏതൊരു സാറൊക്കെയാണ് അതൊക്കെ. അപ്പം ഞാൻ പറയാം. അപ്പൊ അവരെന്റെ അടുത്ത് പറഞ്ഞു, ജയശ്രീ എന്തുവാ വിശേഷം, പറയാൻ പറ്റണതാണെങ്കിൽ പറയാൻ പറഞ്ഞു. ഞാൻ ചേച്ചി ആർക്കും ചെയ്യാൻ പറ്റാത്ത വലിയ കാര്യമാണ്, ഞാൻ ഇത്രയും പൈസ എടുത്ത് എനിക്ക് സൊസൈറ്റിയിൽ അടയ്ക്കാൻ പറ്റണില്ല, സ്ഥലം കൊണ്ട് പോകാൻ മനസ്സിന് സ്ഥലമുള്ളൂ. അപ്പോഴും സാറ് ഒരിക്കലും ദൈവത്തെ പോലെ ഞാൻ കാണുന്നു. ഇവിടെ വന്നതുകൊണ്ടാണ്, അല്ലെങ്കിൽ എനിക്ക് മണന്തലുള്ള സാറിനെയൊന്നും കാണാനൊന്നും പറ്റില്ല. അപ്പൊ സാർ എൻ്റെ അടുത്ത് പറഞ്ഞ് ഞങ്ങളെ കൂടെ വാ, സൊസൈറ്റിയിൽ പോവാന്ന് പറഞ്ഞു. കള്ളോണാന്ന് അവർക്കറിയണ്ടേ. അവര് വന്ന് അന്വേഷിച്ചപ്പോഴും ഞാൻ 2016 തൊട്ട് എടുത്ത് 17 ലാസ്റ്റ് തൊട്ട് ആദ്യം തൊട്ട് അടയ്ക്കണ ലോണാണ്. എനിക്ക് 7,55,000 രൂപയെ തന്നുള്ളൂ. ഇനി ആരും എടുക്കരുതേ എന്നുള്ള പ്രാർത്ഥന കൊണ്ടാണ് ഇത്രയും ആൾക്കാർ ഫ്രണ്ട് വെച്ച് പറയണത്. നമ്മൾ ഷെഡായാലും വീട് വാടകയ്ക്കായാലും നമുക്ക് താമസിക്കാം. അങ്ങനെ ഞങ്ങൾ പോയി അന്വേഷിച്ചപ്പം പിന്നെയും കിടക്കണം 7 ലക്ഷം രൂപ. അതിൽ 5 പറഞ്ഞ് അടയ്ക്കാൻ പോയി അടയ്ക്കൂ ഇല്ല. അപ്പൊ സാറ് ചേച്ചിയുടെ അടുത്ത് പറഞ്ഞ് എന്തായാലും നമ്മൾ വന്നില്ല, ജയശ്രീക്ക് വേണ്ടി നമുക്ക് 7 ലക്ഷം രൂപ ജയശ്രീക്ക് നമ്മൾ കൊടുക്കും. അത് അനിൽസാറിന്റെ അടുത്തൊന്നും ചോദിച്ചിട്ടല്ല തന്നത്. പക്ഷെ സാറിന്റെ ഓഫീസിൽ നിന്ന് പോയതുകൊണ്ട് തന്നതുകൊണ്ട് എനിക്ക് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. എനിക്ക് കാലൊക്കെ വയ്യാത്തതിന് എനിക്ക് ആക്സിഡന്റ് ഒക്കെ പറ്റിയതാണ്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഫ്രണ്ട് വെച്ച് പറയാൻ പറ്റുന്ന ഒരു അവസരം ഞാൻ മുതലെടുത്ത് അത്രയും പൈസ എനിക്ക് അടച്ചു തന്നു. പ്രമാണം അവരുടെ കയ്യിലാണ് ഇപ്പോഴും. ഒരു 90,000 രൂപ കൊടുത്തിന് എനിക്ക് 6 ലക്ഷം രൂപയും കൂടെ കൊടുക്കണം. അതിന് ഞാൻ കുഞ്ഞുങ്ങളെ നോക്കാൻ മാത്രം മെഡിക്കൽ കോളേജ് ഓഫീസിൽ നിന്ന് ജോലിക്ക് പോകണം. എനിക്ക് വഴക്കൊക്കെ കിട്ടും കേട്ടാ, എന്നാലും കുഞ്ഞുങ്ങളെയൊക്കെ നല്ല നോക്കും. ശരി, പേര് വിളിക്കുന്നത് ശ്രദ്ധിച്ച് കേട്ടിട്ട് സ്റ്റേജിൽ വരേണ്ടതാണ്. അടുത്തത് പുല്ലാനിമുക്ക് ഓഫീസിൽ നിന്നും ജോലിക്ക് പോകുന്ന ആൾക്കാരെയാണ്. രാധ നെല്ലിമൂട്, ഉഷാകുമാരി നെറ്റിവിള,
വയസ്സായി. ശ്രീകല നെടിഞ്ഞാൽ, ചന്ദ്രിക പ്രാവച്ചമ്പലം, സുദേവൻ കൊല്ലം, രത്നമ്മ ചാവടിനട, ശകുന്തള ഇടുവ, ട്രീസ വിഴിഞ്ഞം. പുല്ലാനിമുക്ക് ഓഫീസിൽ നിന്നും ജോലിക്ക് പോകുന്ന ആൾക്കാരെയാണ് വിളിച്ചിരിക്കുന്നത്. പേര് വിളിച്ച ആൾക്കാർ മുന്നോട്ട് വരേണ്ടതാണ്. സ്ഫുടതയില്ലതില്ല. മല്ലിക മീനാങ്കൻ, ലത കരിപ്പൂര്, ഷീല പരുത്തിക്കുഴി, ലത സി വള്ളക്കടവ്, ഗീത വെഞ്ഞാറമൂട്, ലാലിമോൾ കിളിമാനൂർ, സുധ ആർ കല്ലറ, ചിഞ്ചു വെഞ്ഞാറമൂട്, ഷീജ വെഞ്ഞാറമൂട്, ലില്ലിയമ്മ അണ്ടൂർക്കോണം, മഹേശ്വരി ചെറയൻകീഴ്, ഗിരിജ ആർ ആറ്റിങ്ങൽ, ലീല കെ വെമ്പായം, കാഞ്ചന വെമ്പായം, ജയകുമാരി മൺവിള, ബിജി പറണ്ടോട്, ജലജ കിളിമാനു, പ്രസന്ന ആർ മെഡിക്കൽ കോളേജ്, സബിത പെരുമാതുറ, ശ്രീജ വെമ്പായം, വിമല കഠിനംകുളം, രാധ പാലോട്, ദീപ കാരീറ്റ്, സുഭദ്ര വെഞ്ഞാറമൂട്, ലൈല കിളിമാനു, ഗായത്രി ഉള്ളൂർ, ശാന്ത ആർ വിതുര, സുമി ചിറയൻകീഴ്, സുമി ചിറയൻകീഴ്, രമാദേവി കുറ്റിയാനി, രജി ഉഷ കോലിയക്കോട്, ഓമന ഭരതന്നൂര്, സുലോചന പിരപ്പക്കോട്, Thank you. Yes.